ഞാനിതാ ഇന്ന് കടുകുമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറേ മാങ്ങ പൊട്ടിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. കാട്ടിലെ മാങ്ങ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മളിത് കടുകുമാങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം ഉണക്കി വൃത്തിയാക്കി വെച്ച ടിന്നിൽ നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ ഞെട്ടിയടക്കം ഇതിൻ്റെ ചൊന അടക്കം നമുക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് ഒരു തുണി മുകളിൽ കെട്ടി അതിലേക്ക് പാറ്റയും ഈർപ്പവും കാറ്റും ഒന്നും കടക്കാതെ വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കണം കേട്ടോ. 10-20 ദിവസം കഴിഞ്ഞപ്പോൾ മാങ്ങയിൽ വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ ടിന്നിലും ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു തുണിയിലേക്ക് അരിച്ച് മാറ്റിയിട്ട് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി കലക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കായം വറുത്ത് പൊടിച്ച് അത് വെക്കണം. അതുപോലെ പച്ചക്കടുകൊന്ന് വെയിലത്തിട്ട് ചൂടാക്കി അതും പൊടിച്ച് വെക്കണം കേട്ടോ. കായവും പച്ചക്കടുകും വേണം കേട്ടോ. നമുക്ക് എത്രയാണ് മാങ്ങ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കായം വറുത്ത് കോരി അതും പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ആദ്യം നമ്മുടെ ഈ മാങ്ങേൻ്റെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി കലക്കിയിട്ട്, അപ്പോൾ ഉപ്പ് ഓൾറെഡി അതിലുണ്ടാവും. ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ കായം പൊടിയും നമ്മുടെ കടുക് വറുത്തതല്ല ഉണക്കി പൊടിച്ചത്, പച്ചക്കടുക് പൊടിച്ചതൊക്കെ ഇട്ട് നമുക്ക് ടിന്നിലാക്കി വെക്കട്ടോ. എന്നിട്ട് ടിന്നിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. ഒരു വെള്ള തുണി അലക്കി ഉണക്കി വൃത്തിയായൊരു തുണി എണ്ണയിൽ മുക്കിയിട്ട് ആ തുണി ഇതിൻ്റെ മുകളിൽ വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കായം വറുത്ത എണ്ണ അതിൻ്റെ മുകളിൽ ആദ്യം ടിന്ന് ഫില്ലാക്കിയിട്ട് നിറച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണയിൽ മുക്കി ഒരു കോട്ടൺ തുണി മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും വേണം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ വൃത്തിയുള്ള കൈയാവണം. കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് വേണം. അതിൽ കൈ തൊടാനേ പാടില്ല. ഞാൻ കയ്യുമ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് ആ എണ്ണ കൈ കൊണ്ടാണ് ഇതൊന്ന് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടുക് മാങ്ങ എടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.